ഹായ്, മൈ നെയിം ഈസ് രോഹിൽ ഗോപാൽ. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്താണ് യൂട്യൂബ് ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഒരു 4 ഇയേഴ്സ് ആയിട്ട് UPSC, അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഒരു എക്സാം ഉണ്ട്, സിവിൽ സർവീസ് എക്സാം. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു എക്സാമിൽ ഒരു 4 ഇയേഴ്സ് ആയിട്ട് ഞാൻ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു 4 ഇയേഴ്സിൽ ഞാൻ എക്സാം പ്രിപ്പയർ ചെയ്തപ്പം ഞാൻ വന്ന കുറച്ച് ചാലഞ്ചസ് ഉണ്ട്, ഞാൻ നേരിട്ട കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ അതിൻ്റെ ഔട്ട്കംസ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ ഒരു ജേണിയാണ് ഞാൻ ഇന്നൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു 2020 2020 ഞാൻ ഈ എക്സാമിനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത്. അതായത് ഒരു കോവിഡ് ടൈം ആണെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്ക് എല്ലാവരെയും പോലെ ഞാനും ഒരു കോളേജ് കഴിഞ്ഞ് 2020 ഇറങ്ങുമ്പോഴത്തേക്ക് ഞാനും വിചാരിച്ചിരുന്നു എല്ലാവരെയും പോലെ PSC എക്സാം. കാരണം അന്ന് എനിക്ക് PSCയെ പറ്റിയൊക്കെ അറിവ്, SSC അങ്ങനെ എക്സാംസ് ഒന്നും അറിയത്തില്ല. PSC എക്സാമിന് വേണ്ടി പഠിക്കുക എന്ന രീതിയിൽ കോളേജ് കഴിഞ്ഞപ്പോൾ കോവിഡ് കാലഘട്ടമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ബൈജൂസിലെ ഏതോ ഒരു HR ആരോ വിളിച്ചിട്ട് പുള്ളിക്കാരി എന്തോ ഒരു എക്സാമിനെ പറ്റി പറയുകയാണ്, UPSC എന്ന രീതിയിൽ അങ്ങനെയൊക്കെ. അപ്പോൾ എക്സാം എന്താണെന്ന് പുള്ളിക്കാരി ഡീറ്റെയിൽ പറഞ്ഞു തരികയും ഞാൻ അവരുടെ ആ ഒരു കോഴ്സിൽ എൻറോൾ ചെയ്യുകയാണ് ചെയ്തത് 2020. അത് കഴിഞ്ഞ് ഏകദേശം ഒരു വർഷം ഞാൻ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്തു. അതായത് നിങ്ങൾക്ക് അറിയും പോലെ സിലബസ് കുറച്ച് വാസ്റ്റ് ആണ്. എല്ലാവരും പറയാറുണ്ട് സൂര്യൻ്റെ കീഴിലുള്ള എല്ലാം നമ്മൾ പഠിക്കണമെന്ന്. അങ്ങനെ കുറേ കാര്യങ്ങളും മിത്തും കാര്യങ്ങളും ഞാനും കേട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു. പല രീതിയിൽ നോട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി, പലതും പറഞ്ഞ് പലതും ചെയ്തു. അത് 2020 കഴിഞ്ഞ് 2021 എൻ്റെ കംപ്ലീറ്റ് ഒരു ഇയർ ഞാൻ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്തു. എന്നാൽ 2022 എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ കൊടുക്കുകയാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിലൂടെ ഒബ്വിയസ്ലി ഞാനൊന്നും സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഒരു കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കണമെന്ന് പോലും എനിക്കറിയത്തില്ല. ന്യൂസ് പേപ്പർ വായിക്കാൻ പോലും അറിയത്തില്ല. കാരണം ഒരു ഇംഗ്ലീഷ് അത്ര ന്യൂസ് പേപ്പർ ഞാൻ വായിച്ചിട്ടില്ല അത്രയും കാലത്തേക്ക്. അപ്പോഴത്തെ അത് ഒബ്വിയസ്ലി അതെനിക്കൊരു വലിയൊരു വെല്ലുവിളിയായിരുന്നു. ആ ഒരു ചാലഞ്ചൊക്കെ ഞാൻ മറികടന്നായിരുന്നു 2022 എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ജസ്റ്റ് എക്സാം എഴുതി. എനിക്ക് ഫെയിൽ ആവുമെന്ന് അറിയാമായിരുന്നു. ഞാനൊന്ന് ഫെയിൽ ആവുകയാണ്. പക്ഷെ ഫെയിൽ ആയപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറേ മിസ്റ്റേക്സ് പഠിച്ചു. എന്താണ് എൻ്റെ മിസ്റ്റേക്ക് എന്ന് പഠിച്ച് ഞാൻ 2023 ഈ എക്സാം എങ്ങനെ രീതിയിൽ ഏത് രീതിയിൽ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഞാൻ പിന്നെയും പഠിക്കാൻ തുടങ്ങി. ആ പഠനത്തിൽ ഞാൻ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ആ ഒരു സമയത്ത് ചെയ്യാത്ത പലതും ഞാൻ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഓപ്ഷൻ സബ്ജക്റ്റ് എന്താണ് എന്നുള്ളത് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ഓപ്ഷൻ സബ്ജക്റ്റ് ഞാൻ ചൂസ് ചെയ്തു. ആ സമയത്ത് ഈ ഓപ്ഷൻ സബ്ജക്റ്റ് ചൂസ് ചെയ്ത് പിന്നെ 2023 പഠനം തുടങ്ങി. അപ്പോഴും ഞാൻ ആ സമയത്ത് ഞാൻ കുറേ നോട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പല സിലബസ് പലയിടത്തുനിന്ന്. കാരണം നമുക്ക് ഈ ഒരു എക്സാമിന് സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെയാണ്. നിങ്ങൾ കേട്ടുണ്ടാക്കി ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സോഴ്സസ്. അതേപോലെ സോഴ്സസ് ഈ സോ വാസ്റ്റ്, അത്രയ്ക്ക് സോഴ്സസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ ആവശ്യമുള്ളത് ചൂസ് ചെയ്യുക, നമ്മൾ നമ്മുടെ നോട്ട് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ഇതൊരു വലിയ ചാലഞ്ചാണ്. ഏതൊരു ആസ്പിറന്റിനെ പറ്റിയത് വലിയ ചാലഞ്ചാണ്. കാരണം ന്യൂസ് പേപ്പർ വായിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ സാധാ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യും പോലെ അല്ല. കുറേ കാര്യങ്ങൾ കുറേ സോഴ്സസ് മനസ്സിലാക്കി എക്സാമിന് പ്രിപ്പയർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് സോ ഈസി. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, 2023 എക്സാം എഴുതാൻ പോവുകയാണ്. അപ്പോൾ 2023 എക്സാം എഴുതിയ കുറേ ആൾക്കാർക്ക് എന്തായാലും അറിയാം ഇറ്റ് വാസ് സോ ടഫ്. എക്സാം എത്ര ടഫാണെന്ന് അന്ന് എഴുതിയ ആൾക്കാർ, ഫോർ എക്സാമ്പിൾ സുപ്രീം കോടതിയിൽ വരെ പോയ ആൾക്കാരൊക്കെ ഉണ്ട് ഇതിന് വേണ്ടി ഫയൽ ചെയ്യാൻ. കാരണം ആസ്പിറൻസിൻ്റെ എത്ര വർഷം പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം എക്സാം വാസ് ടഫ്. ഇപ്പോൾ എനിക്ക് എക്സാം ടഫാണെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ഐ ഡിഡ്ന്റ് ഗെറ്റ് മച്ച് മാർക്സ്. അപ്പം ഒബ്വിയസ്ലി ഞാൻ ഫെയിൽ ആയിരുന്നു. 2023 ഞാൻ ഫെയിൽ ആയപ്പോഴത്തേക്ക് ഒരു വലിയ സെറ്റ് ബാക്ക് ആയിരുന്നു. കാരണം നിങ്ങളൊരു എക്സാമിന് വേണ്ടി ഒരു 2 ഇയേഴ്സ് ഇരിക്കുക. കാരണം ഒബ്വിയസ്ലി ഞാൻ എംപ്ലോയിഡ് അല്ല, കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈ കാര്യങ്ങളിൽ എംപ്ലോയിഡ് അല്ല എന്ന് പറഞ്ഞൊരു ഫാക്ടർ വലിയ ഫാക്ടറാണ്. അപ്പം അതിൽ പിന്നെയും അത്രയും കാര്യങ്ങളിൽ നിന്നിട്ട് പിന്നെയും സപ്പോർട്ടീവായിട്ട് നിന്ന് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ശ്രമിച്ചു. സോ ഐ ജസ്റ്റ് ഗേവ് അനദർ അറ്റംപ്റ്റ് ഇൻ 2024 ഞാനൊരു അറ്റംപ്റ്റ് കൊടുത്തു. ആ അറ്റംപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആക്ച്വലി ഞാൻ എക്സാമിനെ പഠിച്ച് എക്സാമിൻ്റെ സിലബസ് മനസ്സിലാക്കി, ഓപ്ഷനിൽ കംപ്ലീറ്റ് ചെയ്ത്, മെയിൻസിനെ എഴുതി. അപ്പം അത്ര രീതിയിൽ ഫുൾ ഡെഡിക്കേറ്റ് ആയിട്ട് ഒരു 1 ഇയർ ഇരുന്ന് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് അത്ര രീതിയിൽ കൊടുത്ത അറ്റംപ്റ്റാണ് ഈ ഇയറിലെ അറ്റംപ്റ്റ്. ഒബ്വിയസ്ലി അറ്റംപ്റ്റ് വന്നപ്പോഴത്തേക്കും ഐ വാസ് നോട്ട് സോ ഹാപ്പി. പക്ഷേ കഴിഞ്ഞ അറ്റംപ്റ്റിൽ അറ്റ്ലീസ്റ്റ് ഐ വാസ് ഹാപ്പി ബിക്കോസ് ആ മിസ്റ്റേക്സ് റെക്ടിഫൈ ചെയ്യാൻ പറ്റി. പക്ഷേ ഈ ഇയർ ആയപ്പോഴത്തേക്കും ഒബ്വിയസ്ലി എക്സാം വാസ് ഈസി ഫോർ മീ, ബട്ട് സ്റ്റിൽ ഐ കുഡൻ ക്ലിയർ ദ കട്ട് ഓഫ്. പക്ഷേ എങ്കിൽ പോലും എനിക്ക് മനസ്സിലായെന്ന് പറയുന്ന ഈ എക്സാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങളിപ്പോൾ ഒരു ബിടെക് പഠിക്കാനോ നിങ്ങൾ കോളേജിൽ പോയാൽ പോലും നമ്മൾ 4 ഇയേഴ്സ് 5 ഇയേഴ്സ് അതിനുവേണ്ടി കൊടുക്കും പോലെയാണ്. അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷേ ഈ എക്സാം നമ്മൾ എഴുതുമ്പോൾ ഗുണമെന്ന് പറയുന്നത് ഇത് നമ്മുടെ കരിയറാണ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ചിലപ്പോൾ ഒരു 4 ഇയേഴ്സ് 5 ഇയേഴ്സ് എക്സാമിന് കൊടുക്കുക തെറ്റില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം, ഒരു ബാക്കപ്പ് നിങ്ങളിൽ ഉണ്ട് എങ്കിൽ യു ക്യാൻ ഒബ്വിയസ്ലി ഗോ ഫോർ ദാറ്റ്. അപ്പം എനിക്ക് ഇതിലൂടെ നിങ്ങൾക്ക് പറയാനുള്ളത്, ഈ 4 ഇയേഴ്സ് ഞാൻ ഈ ജേർണിയിലൂടെ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. കുറേ നോളേജ് പരമായിട്ടായിരുന്നാലും അതൊരു ഏത് രീതിയിലായിരുന്നാലും ഒരു ഡിസിപ്ലിൻ, നോളേജ്, ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം. കാരണം അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഏതൊരു എക്സാമിനോട് പഠിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് മാറുന്നുണ്ട്. അത് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഉത്ബോധം മനസ്സിൽ നമുക്ക് വി ആർ ഗെറ്റിംഗ് ദാറ്റ് കോൺഷ്യസ് മൈൻഡ്, നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്ന രീതിയിൽ. ഫോർ എക്സാമ്പിൾ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യാൻ വേണ്ടി ആയിരുന്നാലും ഒരു ഡിസിപ്ലിനായിട്ട് പഠിക്കാൻ വേണ്ടി പഠനത്തിൽ മാത്രം ഡിസിപ്ലിൻ ഉണ്ട്. അങ്ങനെ പല രീതിയിൽ നമുക്ക് എക്സാമിന് മുമ്പ് ഏതൊരു എക്സാം നിങ്ങൾ എഴുതാൻ ശ്രമിച്ചാലും, അതിപ്പോൾ PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, UPSC ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു ഡിസിപ്ലിൻ ലൈഫിൽ കിട്ടും. നിങ്ങൾ കുറേ കാര്യങ്ങൾ ലൈഫിൽ എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കും.
അത് നിങ്ങൾക്ക് ചിലപ്പോൾ നോളേജ് എന്ന രീതിയിൽ ഏത് രീതിയിൽ നിങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യാൻ ഒബ്വിയസ്ലി നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞാൻ ഈ 4 ഇയേഴ്സിൽ നേടിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് അത് എത്ര ക്വാളിറ്റി എന്ന രീതിയിൽ ക്ലാസ്സസ് ആയിരുന്നാലും ഏത് രീതിയിലായിരുന്നാലും ഐ വിൽ ഗീവ് ദോസ് തിങ്സ് ടു. സോ ഈ ഒരു ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സോ ഇഫ് യു ജസ്റ്റ് ലൈക്ക് ദോസ് ഇനിഷ്യേറ്റീവ്സ് പ്ലീസ് സബ്സ്ക്രൈബ് ദി യൂട്യൂബ് ചാനൽ ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയറും ചെയ്യാം. ഒബ്വിയസ് ഇനി നമുക്ക് മുമ്പോട്ടുള്ള ക്ലാസ്സുകളിൽ നല്ല രീതിയിലുള്ള ക്ലാസ്സുകളും മറ്റുള്ള കാര്യങ്ങൾ ഞാൻ യൂട്യൂബ് ചാനലിലൂടെ തരുന്നതാണ്.